ആകാശവാണി തൃശൂർ. യുവവാണി. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നാദ്യം സുമേഷ് ശിവൻ അവതരിപ്പിക്കുന്ന കഥയാണ് ഓർമ്മകളുടെ ജാലകം. വിശാലമായ നെൽവയലുകൾക്ക് നടുവിലൂടെയുള്ള പാതയിൽ ട്രെയിൻ കുതിക്കുകയാണ്. ട്രെയിനിന്റെ ഉച്ചസ്ഥായിലുള്ള ശബ്ദം മധുരമയ്ക്ക് യാത്രയുടെ തുടക്കത്തിൽ അരോചകമായി തോന്നിയെങ്കിലും ഇപ്പോൾ ശ്രുതിയെന്ന പോലെ മനസ്സ് ഉൾക്കൊള്ളുന്നുണ്ട്. ചില സമയങ്ങളിൽ വിചാരിക്കാറുണ്ട്, ജീവിതമാകുന്ന യാത്രയോട് വളരെയധികം സാദൃശ്യമുണ്ട് ട്രെയിൻ യാത്രയ്ക്കെന്ന്. കുറച്ചു നിമിഷങ്ങളുടെ പരിചയം, മനസ്സിൽ അടുപ്പം തോന്നുമ്പോഴേക്കും അടുത്ത സ്റ്റേഷനിൽ യാത്രക്കാർ ഇറങ്ങും. യാത്ര പറഞ്ഞു പിരിയുമ്പോൾ ഒരു ചെറിയ നൊമ്പരം അവശേഷിപ്പായി മാറും. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ചില വ്യക്തിബന്ധങ്ങളും. അപൂർവമായി ചില ബോഗികൾ വേർപെടുത്തി വേറെ എഞ്ചിൻ ഘടിപ്പിച്ചു വിടുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഇതുപോലെയാണെന്ന് തോന്നാറുണ്ട് പലപ്പോഴും മരണത്തിന്റെ കടന്നുവരവ്. വിൻഡോയിലൂടെ അടിച്ചു കയറിയ തണുത്ത കാറ്റ് മധുരമയുടെ ചിന്തകൾക്ക് ഭംഗം വരുത്തി. മികച്ച സാമൂഹ്യ പ്രവർത്തകയ്ക്കുള്ള മുഖ്യമന്ത്രിയുടെ അവാർഡ് സ്വീകരിക്കുവാൻ വേണ്ടി എത്തിയതാണ് തലസ്ഥാന നഗരിയിൽ. അവാർഡ് സ്വീകരണത്തിനു ശേഷം പത്രസമ്മേളനത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകരുടെ തേഞ്ഞു തീർന്ന കുറെ ചോദ്യങ്ങൾ. പക്ഷേ അതിലൊരു ചോദ്യം ഇപ്പോഴും മനസ്സിൽ മുഴങ്ങുന്നുണ്ട്. എന്തായിരുന്നു മേഡം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ പ്രചോദനമായത്? ഉത്തരം പ്രത്യേകിച്ചൊന്നുമില്ല എന്ന മറുപടിയിൽ ഒതുക്കി. വ്യക്തമായ ഉത്തരം തനിക്കുണ്ടായിരുന്നു. എന്റെ മുൻപിൽ നിൽക്കുന്ന അവർക്ക് യാതൊന്നും വലിച്ചെറിഞ്ഞു കൊടുക്കാൻ മനസാക്ഷി തയ്യാറായിരുന്നില്ല. ചിന്തകളുടെ നീരാളിപ്പിടുത്തത്തിൽപ്പെട്ട മനസ്സിന് ഒരു സ്വാന്തനമെന്ന വണ്ണം നിദ്രയുടെ കൊട്ടാരവാതിലുകൾ അവൾക്ക് മുൻപിൽ മലർക്കെ തുറന്നു. നിർമ്മലപുര സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു എന്ന മധുരശബ്ദം അവളെ ഉണർത്തി. പ്രഭാത സൂര്യരശ്മികളേറ്റപ്പോൾ മനസ്സിനും ശരീരത്തിനും ഒരു പുത്തൻ ഉണർവ് തോന്നി. തന്നോട് പിണങ്ങിയിട്ടെന്ന പോലെ അലസമായി കിടന്നിരുന്ന മുടിയിഴകൾ മാടിയൊതുക്കി സഹയാത്രികയോട് യാത്ര പറഞ്ഞിറങ്ങി. വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. ഓരോ തവണയും ഇവിടെ നിൽക്കുമ്പോഴും മനസ്സിന് ഒരു കുളിർമയാണ്. ജീവിതത്തിന്റെ ഗതിവിഗതികൾക്ക് തുടക്കമായ പല യാത്രകളും ഇവിടെ നിന്നായിരുന്നു. ഇടത്തരം സ്റ്റേഷനായതുകൊണ്ട് ഇവിടെ ശബ്ദങ്ങളുടെ ക്രൂരതകളില്ല. യാത്രാക്ഷീണം വളരെയധികം ബാധിച്ചതുകൊണ്ട് പ്ലാറ്റ്ഫോമിലെ ചാരുബെഞ്ചിനെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു. ഏതോ യാത്രികൻ വലിച്ചെറിഞ്ഞ ഭക്ഷണാവശിഷ്ടങ്ങളുടെ ഒരു പൊതി ചാരുബെഞ്ചിന് അല്പം അകലെയായി. അത് തുറക്കുന്നതിനായി ഒരു കാക്ക ആത്മാർത്ഥമായ ശ്രമം നടത്തുകയാണ്. ജീവിതത്തിൽ വളരെയധികം ആത്മബന്ധം തോന്നാറുണ്ട് ഈ സ്റ്റേഷനോട്. പക്ഷെ ഇവിടം തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ നൊമ്പരവും സമ്മാനിച്ചു. 10ാം തരം കഴിഞ്ഞ് കോളേജ് പഠനം തുടങ്ങുന്ന കാലം തൊട്ട് കോളേജിലേക്കുള്ള യാത്രകൾ ഇവിടെ നിന്നായിരുന്നു. കൂട്ടുകാർക്കിടയിൽ ചിരിക്കുടുക്കയായിരുന്ന എന്റെ ശ്രദ്ധയിൽ എപ്പോഴാണ് അവൻ വന്ന് കയറിയതെന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. എന്നാലും ഓർമ്മകൾ തിരയുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന ചിത്രം പ്ലാറ്റ്ഫോമിൽ തൂണും ചാരിയിരിക്കുന്ന ഒരു മെലിഞ്ഞ പയ്യൻ. അന്ന് അവന് 5 or 6 വയസ്സുണ്ടാകും. അവന്റെ സംരക്ഷണ വലയത്തിലെന്ന പോലെ ശരീരത്തിനോട് ചേർന്ന് ഒരു പെൺകുഞ്ഞും. ഭിക്ഷാടനത്തിന്റെ പതിവ് ശൈലികളിൽ നിന്നും വ്യത്യസ്തമായി പകലിൽ എത്ര വിശപ്പിലും ചിരിക്കുന്ന മുഖവും കുസൃതി നിറഞ്ഞ കണ്ണുകളും ആരുടെയും നേർക്ക് നീട്ടാത്ത കൈകളും. അതായിരുന്നു അവനെ എന്റെ മനസ്സിന്റെ ഏതോ ചെറുകോണിൽ കൊണ്ടെത്തിച്ചതും. ആദ്യമൊക്കെ ഒരു തമാശയ്ക്കെന്ന പോലെ അവനോട് എന്തെങ്കിലും ചോദിക്കുക എന്നത് ഞങ്ങൾക്കൊരു പതിവായിരുന്നു. ഏതോ ഉത്തരേന്ത്യൻ ഭാഷ കലർന്ന മലയാളത്തിൽ അവൻ എന്തൊക്കെയോ മറുപടി പറയും. ഒരു ദിവസം ഞാൻ ചോദിച്ചു, ആരാ നിന്റെ അമ്മ? കണ്ണടച്ച് നിഷേധഭാവത്തിൽ അവൻ തലയാട്ടി. ഭാഗ്യം, ആ പദത്തിന്റെ അർത്ഥവ്യാപ്തിയും പവിത്രതയും ഒന്നും അവൻ അറിയില്ലാത്തത്. കാലവർഷം ശക്തി പ്രാപിച്ച ഒരു ദിവസം ഞാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അവൻ ഇരിക്കുന്നത് കണ്ടു. പോർട്ടർ അലിയാരിക്കയോട് ഞാൻ കാരണം തിരക്കി. എന്തു പറ്റിയിക്ക അവന്? ഓന്റെ കൂടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നില്ലേ? അതിന് കുറച്ച് ദിവസമായിട്ട് സുഖാനുണ്ടായിരുന്നില്ല. ഇന്നലെ അത് മയ്യത്തായി. അല്പസമയം നിശബ്ദത എന്റെ ഉള്ളിൽ തളം കിട്ടി. അവൻ ഒരു പ്രശ്നക്കാരനല്ലാത്തതുകൊണ്ട് പോർട്ടർമാർക്കൊക്കെ അവനെ വലിയ ഇഷ്ടമായിരുന്നു. തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ അലിയാരിക്ക പറയുന്നത് കേട്ടു, 2 ദിവസമായിട്ട് ഓനൊന്നും കഴിക്കണില്ല. അന്ന് അവന്റെ മുൻപിൽ എന്റെ ഉച്ചഭക്ഷണം എടുത്തു വെച്ചിട്ടാണ് ഞാൻ പോയത്. യാഥാസ്ഥിതിക സമൂഹത്തിന്റെ താക്കീതെന്ന പോലെ എന്റെ സുഹൃത്ത് ലക്ഷ്മി പറഞ്ഞു, എന്താടി മധു നിന്റെ ഉദ്ദേശം? മദർ തെരേസയാകാനാണോ? സഹതാപമൊക്കെയാകാം, പക്ഷേ ഇത്രയും വേണ്ട. ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, ഇവരിലൊക്കെയാണ് ഈശ്വരൻ വസിക്കുന്നതെന്ന്. എത്ര പ്രതികൂല സാഹചര്യങ്ങളിലാണ് ഇവരൊക്കെ വസിക്കുന്നത്, ഇത്ര ചെറുപ്രായത്തിൽ ഒരു മാതാവിന്റെ സംരക്ഷണം പോലുമില്ലാതെ. അന്ന് ഡിഗ്രി അവസാന വർഷ പരീക്ഷ ആരംഭിക്കുന്ന ദിവസമായിരുന്നു. പരീക്ഷയുടെ സമ്മർദ്ദം മനസ്സിനെ കാര്യമായി ബാധിച്ചിരുന്നു.
രാവിലെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ചെന്ന് തൊഴുതതിനു ശേഷമാണ് സ്റ്റേഷനിലെത്തിയത്. സുഹൃത്തുക്കളെല്ലാവരും എത്തിയിട്ടുണ്ട്. തമാശകളും പൊട്ടിച്ചിരികളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ബാഗ് തോളിൽ നിന്നും ഊരി അടുത്തൊഴിഞ്ഞു കിടന്നിരുന്ന ഒരു ബെഞ്ചിൽ വെച്ചതിനു ശേഷം ഞാനും അവരോടൊപ്പം ചേർന്നു. പിന്നീട് അവിടെ ചിരിമഴ തന്നെയായിരുന്നു. വരവറിയിച്ചുകൊണ്ട് ചൂളം വിളിയുമായി ട്രെയിൻ വന്നു നിന്നു. തിക്കും തിരക്കുമായി ട്രെയിനിലേക്ക് കയറുമ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ മുറിഞ്ഞു പോകാതിരിക്കുന്നതിലായിരുന്നു എന്റെ ശ്രദ്ധ മുഴുവനും. ഒരു നെടുനിശ്വാസം പോലെ ചൂളം വിളി ഉയർന്നു. ട്രെയിൻ ചലിച്ചു തുടങ്ങി. ബാഗ് എവിടെ? ഞാൻ സ്വയം ചോദിച്ചു. ഇല്ല, ബാഗ് എന്റെ കയ്യിലില്ല. ഞാൻ കൂട്ടുകാരോട് ചോദിച്ചു. അവരും എടുത്തിട്ടില്ല. ഈശ്വര, എന്റെ സപ്തനാടികളും തളരുന്നത് പോലെ എനിക്ക് തോന്നി. ഹോൾ ടിക്കറ്റ് ബാഗിലാണ്. ഒരു കൊടുങ്കാറ്റിലെന്ന പോലെ ഞാൻ ഫുട്ബോളിലെത്തി. എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ പറ്റിയില്ല. നീട്ടിപ്പിടിച്ച കൈകളിൽ ബാഗുമായി അവൻ ട്രെയിനിന്റെ വേഗതയെ മറികടക്കുവാൻ ശ്രമിക്കുകയാണ്. ഒരു നിമിഷത്തെ നിശ്ചലതയിൽ നിന്നും ഉണർന്ന് ഞാൻ എന്റെ കൈകൾ വാതിൽ പുറത്തേക്ക് ആവുന്നത്ര നീട്ടിപ്പിടിച്ചു. പക്ഷേ പിന്നീടെന്ത് സംഭവിച്ചെന്ന് ഓർത്തെടുക്കുവാൻ എനിക്ക് കുറച്ച് നാളുകൾ കഴിയേണ്ടി വന്നു. ഓർമ്മകളുടെ മുകളിൽ നിയോഗം വിരിച്ചിട്ട മൂടൽമഞ്ഞ് മാഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ ഡോക്ടർ രാജശ്രീയുടെ വീട്ടിലാണ്. മറ്റ് സൈക്കാട്രിക് ഡോക്ടേഴ്സിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ഡോക്ടർ രാജശ്രീ. അതുകൊണ്ട് തന്നെ വീടും അവർക്കൊരു ക്ലിനിക്കായിരുന്നു. അവരിൽ നിന്നാണ് എന്റെ മനസ്സിന്റെ താളക്രമങ്ങൾക്ക് വിഘാതമായ കാരണങ്ങളെക്കുറിച്ച് അറിഞ്ഞത്. മൂടൽമഞ്ഞ് മൂടിക്കിടന്നിരുന്ന ഓർമ്മകളുടെ താഴ്വരയിലേക്ക് അറിവുകൾ വെളിച്ചമായി കടന്നു വരുമ്പോൾ നിസ്സംഗത എനിക്ക് ചുറ്റും ഒരു വേലി തീർത്തിരുന്നു. പേര് പോലും ഞങ്ങളോട് പറയാതിരുന്ന അവൻ ഓർമ്മകളുടെ അവശേഷിപ്പിനായി ഒരു പേര് പോലും നൽകാതെ അനന്തതയിലേക്ക് യാത്രയായി. അമ്മ കുഞ്ഞിനെ എന്ന പോലെ ട്രെയിൻ അതിന്റെ മാറിലേക്ക് അവനെ വാരിപ്പുണർന്നിരുന്നു. ഈ അനുഭവം ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിച്ചു. ഇരുളടഞ്ഞ മുറികളിൽ ഒതുങ്ങിപ്പോകാമായിരുന്ന തന്റെ ജീവിതത്തെ അവന്റെ ഓർമ്മകൾ പുനരുജ്ജീവിപ്പിച്ചു. വിവാഹവും കഴിച്ച് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടേണ്ടിയിരുന്ന ഞാൻ ഇന്ന് ഇന്ത്യയുടെ പ്രഥമ പൗരന്റെ പ്രശംസ പിടിച്ചുപറ്റിയ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് നിരവധി ആലംബമില്ലാത്ത കുഞ്ഞുങ്ങളുടെ അമ്മയായി മാറിക്കഴിഞ്ഞു. ഓർമ്മകളുടെ തേരോട്ടം മനസ്സിൽ അവസാനിച്ചപ്പോൾ ചാരുബെഞ്ചിനോട് വിട പറഞ്ഞ് മധുരം എഴുന്നേറ്റു. അപ്പോൾ പ്ലാറ്റ്ഫോമിൽ കിടന്നിരുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ ഭക്ഷിച്ചു കാക്കയും പോയിരുന്നു. ഓർമ്മകളുടെ ജാലകം സുമേഷ് ശിവൻ അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. യുവവാണി സമാപിച്ചു.